Hello everyone, welcome back to my channel. Chapter 7 Introduction to Macroeconomics ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. പ്ലസ് ടു ഇക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നാണ് ചോദിക്കാറുള്ളത്. ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. തുടങ്ങാം. 2025 2 മാർക്സിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ 4 മേജർ സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി അക്കോർഡിംഗ് ടു മാക്രോ ഇക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. ഈ ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2024 2 മാർക്സിൻ്റേതായിട്ട് ചോദിച്ചിട്ടുണ്ട്, 2022 2 മാർക്സിൻ്റെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 തവണ തന്നെ നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഈ ക്വസ്റ്റ്യൻ കാണും. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് 2 മാർക്സിനേ ചോദിക്കുള്ളൂ. ലിസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ പേര് മാത്രം എഴുതിയാൽ മതി. ആൻസർ ഇസ് ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ഗവൺമെൻറ് സെക്ടർ, എക്സ്റ്റേണൽ സെക്ടർ. Okay, 4 sectors in an economy according to macroeconomic point of view ചോദിച്ചാൽ ഈ 4 പോയിൻറ്റ്സും എഴുതിയാൽ മതി, നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് 1 മാർക്കിൻ്റെ ചോദിച്ചാണ് കേട്ടോ. Macroeconomics emerged as a separate branch of economics after the publication of the book dash. ആൻസർ ഇസ് ഓപ്ഷൻ എ, വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്കിൻ്റെ പബ്ലിക്കേഷന് ശേഷമാണ് മാക്രോ ഇക്കണോമിക്സ് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ആയിട്ട് വന്നത്. ആ ബുക്കിൻ്റെ ഫുൾ നെയിമാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. 1776 പബ്ലിഷ് ചെയ്താണ്. മാഗ്നം ഓപ്പസ് എന്നറിയപ്പെടുന്ന ഒരു ബുക്കാണ്. മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്നുള്ളൊരു മീനിങ് ആണ്. മാഗ്നം ഗ്രേറ്റ്, ഓപ്പസ് വർക്ക്, ഗ്രേറ്റ് വർക്ക്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഇത്. സോ 1776 പബ്ലിഷ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത്. നെയിം ദ 4 മേജർ മാക്രോ ഇക്കണോമിക് സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി. സെയിം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. 2023 4 മാർക്സിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. മാക്രോ ഇക്കണോമിക്സ് എങ്ങനെയാണ് എമേർജ് ചെയ്തത്, ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ടാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. Classical ideas of full employment and automatic functioning of the economy were proved wrong by the Great Depression of 1930s. ക്ലാസിക്കൽ ഐഡിയാസ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ക്ലാസിക്കൽ ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇക്കണോമിക് ബിലീവ്സ് ഉണ്ടല്ലോ, അതായത് ഇക്കണോമിസ്റ്റുകളായിട്ടുള്ള ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, JB സേ, ഇവരൊക്കെ ബിലീവ് ചെയ്തിരുന്ന ആ ഒരു ട്രഡീഷണൽ ബിലീവ്സ്, ഇത് ഇതിൽ വരുന്നതായിരുന്നു. ഇങ്ങനത്തെ പഴയ കുറച്ച് ബിലീവ്സിൽ വരുന്നതായിരുന്നു ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു പെർട്ടിക്കുലർ വേജ് റേറ്റ് കൊടുത്തിട്ട് ഒരു ജോബ് അവർക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു കാര്യം, അതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതേപോലെ തന്നെ ആൻഡ് ഓട്ടോമാറ്റിക് ഫങ്ഷനിങ് ഓഫ് ദി ഇക്കോണമി. ഓട്ടോമാറ്റിക് ഫങ്ഷനിങ് ഓഫ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ വ്യൂ ഇത് തന്നെയായിരുന്നു. അതായത് സപ്ലൈയും ഡിമാൻഡും ഒക്കെ സെൽഫ് കറക്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഇക്കോണമിയിൽ ഉണ്ടെങ്കിൽ, അൺഎംപ്ലോയ്മെൻറ്റോ ഓവർ പ്രൊഡക്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇക്കോണമി തന്നെ അഡ്ജസ്റ്റഡ് ആയിക്കോളും. ഗവൺമെൻറ് ഒന്നും ഇടപെടേണ്ട, തന്നെ ഡിമാൻഡും സപ്ലൈയും അഡ്ജസ്റ്റഡ് ആയി വരും എന്നായിരുന്നു പണ്ടത്തെ ഇക്കണോമിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത്. ഓക്കെ, ദീസ് വെയർ പ്രൂവ്ഡ് റോങ് ബൈ ദി ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s. 1930s ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ ഈ ക്ലാസിക്കൽ ബിലീവ്സ് എല്ലാം ശരിക്കും റിയാലിറ്റിയോട് മാച്ചായി പോവില്ല എന്ന് മനസ്സിലായി. ദ ഗ്രേറ്റ് ഡിപ്രഷൻ വാസ് ദ വേഴ്സ്റ്റ് ഇക്കണോമിക് ക്രൈസിസ് ഇൻ മോഡേൺ ഇക്കണോമിക് ഹിസ്റ്ററി. അതായത് ഏറ്റവും പ്രശ്നങ്ങളുണ്ടാക്കിയ, അതായത് അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ ഏറ്റവും വേഴ്സ്റ്റ്, ഏറ്റവും ചീത്ത ഇക്കണോമിക് ക്രൈസിസ് ആയിരുന്നു ഇത്, ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ USA ഇൻ 1929. ഇത് USA 1929. അതായത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് 1929 ഒക്ടോബറിലുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. എന്നിട്ടോ ആൻഡ് ദെൻ സ്പ്രെഡ് ടു ദി അതർ കൺട്രീസ്. എന്നിട്ടിത്
മറ്റു രാജ്യങ്ങളിലേക്ക് സ്പ്രെഡായി. കാരണം ഗ്ലോബൽ ട്രേഡും എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഫിനാൻഷ്യൽ കണക്ഷനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് ഈ ക്രൈസിസ് യൂറോപ്പിനെയും ഏഷ്യേനെയൊക്കെ എഫക്റ്റ് ചെയ്തത്. മെനി ബാങ്ക്സ് വെൻറ്റ് ബാങ്ക്രപ്റ്റ്. ബാങ്ക്രപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു കമ്പനി പൈസ ഇല്ലാതായിരിക്കുക. അതായത് ഇപ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പൈസ ഇല്ല. ഡെപ്പോസിറ്റ്സ് ആണെങ്കിലും ലോൺസ് ആണെങ്കിലും ഒന്നും കൊടുക്കാനായിട്ട് ബാങ്കിൻ്റെ കയ്യിൽ കാശ് ഇല്ല. മനസ്സിലായോ? പിന്നെ ബാങ്ക് ഒക്കെ കൊളാപ്സ്ഡ് ആവും. കാരണം ആളുകൾക്ക് പേടിയുണ്ടാവും. ആളുകൾ പൈസ എല്ലാം ഒരുമിച്ച് വിഡ്രോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബാങ്കിൻ്റെ കയ്യിലും കാശുണ്ടാവാത്തൊരവസ്ഥ വരും. ഓക്കെ. ലീഡിങ് ടു ക്രെഡിറ്റ് ക്രൈസിസ്. അതായത് ബാങ്ക്സ് ഒന്നും ലോൺ കൊടുക്കില്ല. കാരണം ബാങ്കിനൊരു പേടിയുണ്ടാവും നഷ്ടം വരുമോ എന്നുള്ളത്. ഓക്കെ, അതാണ് ക്രെഡിറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇക്കണോമിക് കോൺട്രാക്ഷൻ. ഇക്കണോമിക് കോൺട്രാക്ഷൻ എന്താണ്? അതായത് നമ്മുടെ ഇപ്പോൾ ഓവറോൾ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡിക്ലൈൻ ചെയ്യുന്നു. അതൊന്നും ഇല്ലാത്തൊരവസ്ഥ. നമ്മുടെ ഇക്കോണമി വളരുന്നില്ല, മൊത്തം എന്താ പറയുക, ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആളുകൾക്ക് ജോലിയില്ല, വരുമാനം വളരെ കുറവ്, ആളുകൾക്ക് പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. അതാണ് ഇക്കണോമിക് കോൺട്രാക്ഷൻ. അൺഎംപ്ലോയ്മെൻറ്റ് ഷോട്ട് അപ്പ് ഫ്രം 3% in 1929 to 25% in 1933. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് ജോലി ഇല്ലാതെയായി. മനസ്സിലായി? അതായത് 100-ൽ 3 പേർക്ക് ജോലിയില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് 100-ൽ 25 പേർക്കും ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അതൊരു വലിയൊരു പ്രശ്നമാണ്, അത്രയും പേർക്ക് ജോലി ഇല്ലാതാവുക എന്നുള്ളത്. ദ US ഇക്കോണമി കോൺട്രാക്റ്റഡ് ബൈ 33% ഡ്യൂറിങ് ദ പീരീഡ്. അതായത് ഒരു വലിയൊരു നഷ്ടം വന്നു US ഇക്കോണമിയിൽ. എന്താ പറയുക, കോൺട്രാക്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് GDP ഒക്കെ കുറഞ്ഞു, 33% വരെ കുറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമീനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. ദിസ് നെസസിറ്റേറ്റഡ് എ ന്യൂ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് ഇൻ മൈക്രോ ഇക്കണോമിക്സ്. ഇങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അതായത് ഒരു കാര്യം വളരെ അത്യാവശ്യമായി. എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി നമ്മുടെ മാക്രോ ഇക്കണോമിക്സിനെ ഒന്നുകൂടി ഇൻ്റർപ്രിറ്റ് ചെയ്യണം, ഒന്നുകൂടി അനലൈസ് ചെയ്യണം എന്നൊരാവശ്യം വന്നു. ഓക്കെ, അതായത് പഴയ തിയറീസ് ഒന്നും പോരാ. ഈ ഒരു ഡിപ്രഷൻ എന്തുകൊണ്ടാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഴയ തിയറീസിന് പറ്റില്ല, പുതിയ ഐഡിയാസ് വേണമെന്നൊരു അവസ്ഥ വന്നു. ഓക്കെ, കെയ്ൻസ് ഫിൽഡ് ദിസ് ഗ്യാപ്പ് വിത്ത് ഹിസ് ഗ്രേറ്റ് വർക്ക് ദ ജനറൽ തിയറി. അങ്ങനെയാണ് നമ്മുടെ കെയ്ൻസ്, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റാണ്, ഈ ഒരു പ്രശ്നം അദ്ദേഹം എങ്ങനെയാണ് സോൾവ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ ജനറൽ തിയറി എന്ന് പറയുന്ന ഒരു വർക്ക് അദ്ദേഹം എഴുതി. 1936 അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഈ ഒരു ബുക്ക് അദ്ദേഹം എഴുതി. അങ്ങനെയാണ് ദസ് എമേർജ്ഡ് മാക്രോ ഇക്കണോമിക്സ്. ഓക്കെ, ഇങ്ങനെയാണ് മാക്രോ ഇക്കണോമിക്സ് ഉണ്ടായത്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് അഗെയിൻ 2022-ൽ 2 മാർക്സിന് ചോദിച്ചത് ലിസ്റ്റ് ദ മേജർ സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി അക്കോർഡിംഗ് ടു മാക്രോ ഇക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഈസിയാണ്, മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഡൗട്ട്സ് വരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.